ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ട് നമുക്ക് ട്രിവാൻഡ്രം മലയം എന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇന്ന് വീട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു 250 മീറ്റർ മാത്രം മാറിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം കറക്റ്റ് വരുന്നത് മലയം എന്നുള്ള സ്ഥലമാണ് ട്രിവാൻഡ്രത്ത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. അപ്പം നമുക്ക് പാപ്പനംകോട് നിന്നൊക്കെ ആണെങ്കിൽ ഒരു 3-4 കിലോമീറ്ററിനകത്തൊക്കെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ദൂരപരിധിയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയത്തിൻ്റെ അവിടെ നിന്ന് ഒരു 250 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ വീടിന് നമുക്ക് 4,200 നമുക്ക് സെൻറ്റ് വരുന്നത്. 1,150 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയിപ്പിച്ചിരുന്നത്. നമുക്ക് 3 BHK ആണ് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു വ്യൂ ആണ് നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ആദ്യം കാർ പാർക്കിംഗ് വരുന്നത്. ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു 2 കാർ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്കൊരു 2 കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ ഈ ഭാഗത്ത് ഒരു കാർ ഇടാം, ഇപ്പുറത്തും ഇടാം. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു കാർ പൗച്ചോട് കൂടി ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഈ ഒരു കാർ പാർക്കിംഗ് ആണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറാൻ വേണ്ടിയുള്ള ഗേറ്റ് തൊട്ടിപ്പുറത്താണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഈ ഭാഗത്താണ് നമുക്കിവിടെ ഗേറ്റ് വരുന്നത്. കണ്ടോ? ഒരു ഫോൾഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളപ്പം കാർ പാർക്കിങ്ങിൽ നമുക്ക് അവിടെയാണ് പാർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു വഴി നമുക്ക് വീണ്ടും ഉള്ളിലോട്ട് വരാൻ പറ്റും. ഈ ഒരു ഗേറ്റാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് ഫുള്ള് തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടോ, എല്ലാ ഭാഗത്തും നമുക്കിവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് എവിടെയായിട്ടാണ് നമുക്കിവിടെ മെയിൻ ഡോർ വരുന്നത്. കണ്ടോ? ഇതാണ് നമുക്ക് മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്ക് 24x10 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതാ ഇവിടെ ആയിട്ടാണ് നമുക്ക് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ബാക്കിൽ നമുക്ക് നല്ല വാളാർട്ടും ചെയ്തിട്ടുണ്ട്. ഒരു ലീഫിൻ്റെ ബാക്കിലുള്ള വാളാർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു TV വയ്ക്കാനുള്ള സ്പേസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റിംഗ്, സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ സീലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 3 ബെഡ്റൂം ഉള്ളത്. ഒരു ബെഡ്റൂം ഇതാ തൊട്ട് വലത് ഭാഗത്ത് ഈ ഭാഗത്തും, ഒരു ബെഡ്റൂം നമുക്ക് ഇപ്പുറത്ത് ഇവിടെ ആയിട്ടും, പിന്നെ ഒരു ബെഡ്റൂം ഇതും അവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു വാഷിംഗ് ഏരിയ ആയിട്ട് ഈ ഭാഗത്ത് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഈ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 8x8 ഡയമെൻഷനുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ മെറ്റീരിയൽ ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്ക് ചെയ്യാനാണ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിലും താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കളർ പാറ്റേൺ നമുക്കിവിടെ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ സിങ്ക് വരുന്നത്. പിന്നെ ഈ വീടിൻ്റെ നമുക്ക് പുറക്കെ നോക്കിയാൽ നമുക്ക് ഉണ്ട്. ഇവിടെ ആയിട്ട് ഒരു നനകല്ല് ഈ ഭാഗത്ത് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു വീട് ഫുള്ള് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു വാഷിംഗ് ഏരിയ വരുന്നത്. ഇനി ഇവിടെ ബാക്കി കുറച്ചും കൂടെ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് ഏരിയ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ 3 ബെഡ്റൂം കാണാം. നമുക്ക് ഫസ്റ്റത്തെ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പുറകിലായിട്ട് തന്നെ നമുക്കൊരു വാളാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള വാളാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്കിവിടെ ഡോറിന് ഇടാനുണ്ട്. ഇതെല്ലാം ചെയ്താണ് കസ്റ്റമറിന് കൊടുക്കാറ്. അപ്പോൾ ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്നത് കണ്ടോ? ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെയായിട്ടൊരു മിറർ, സിങ്ക്, എല്ലാ സംഭവവും വരുന്നുണ്ട്. ഡ്രിപ്പിംഗ് ടൈല് തന്നെയാണ് തറയിൽ വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്താണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂം ഈ ഭാഗത്തും നമുക്ക് പുറകിലുണ്ട്. ഒരു ചുമരിൽ വാളാർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് PVC ഡോർ ഇടാനുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് വർക്കും കൂടെ നമുക്ക് ഫിനിഷ് ആവാനുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ്, തറയുടെ പ്രോഡക്റ്റൊക്കെ ആയാലും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ് തറയിൽ വിട്ടിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു ലാസ്റ്റ് ബെഡ്റൂം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ യെല്ലോ കളറ് ഒരു വാളാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാളാർട്ടാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഈ ഒരു ടൈലിംഗ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കണ്ടോ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മിററും സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറിങ് ഇടാനുണ്ട്.
സ്ട്രിപ്പിൻ്റെ കയ്യിൽ കേട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു ബാൽക്കണി ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. 12x6 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പോൾ ചുറ്റുപാടും തന്നെ ധാരാളം വീടുകൾ കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് കണ്ടോ ബാൽക്കണി ഏരിയയാണ് വരുന്നത്. അപ്പോൾ നല്ല സ്പേസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് ഇവിടെ പുറകു സൈഡിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് എന്താ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് കണ്ട സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ടെറസിന് മുകളിൽ പോകാൻ വേണ്ടിയുള്ളത് ഇത് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ നമുക്ക് അങ്ങ് പോയാൽ നമുക്ക് കിച്ചണിൽ പോകുന്ന ബാക്ക് സൈഡാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കല്ലൊക്കെ കിടപ്പുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 48 ലക്ഷമാണ്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഹോം ലോണാണ് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.